Hi everyone, welcome to my channel. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് വീട്ടമ്മമാർക്കെല്ലാം തന്നെ ഉപയോഗപ്പെടുന്ന 8 ടിപ്സാണ്. ചെറിയ ടിപ്സ് ആണെന്നുണ്ടെങ്കിലും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ടിപ്പുകൾ തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. മുടി ചീകുന്ന ചീപ്പുകൾ മിക്കവാറും എല്ലാവരും തന്നെ എടുത്തതിന് ശേഷം അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് എപ്പോഴും തന്നെ മിസ്സാവുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത് മിസ്സാവാണ്ട് നമുക്ക് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ എളുപ്പത്തിലെടുത്ത് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിത് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇതേപോലെയുള്ള സ്റ്റിക്കറുകളാണ്. ഇതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ റഫായിട്ടും ഒരു സൈഡ് സോഫ്റ്റ് ആയിട്ടുള്ളതുമാണ്. നമ്മൾ ഡ്രസ്സിലൊക്കെ തുന്നിപ്പിടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റിക്കറുകളും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ബാക്ക് സൈഡിൽ ഇങ്ങനെ പശയുള്ള ടൈപ്പാണ്. ഞാനിതിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം എടുത്തിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുകയാണ്. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇതിലുള്ള ഓരോ പീസും ഞാൻ ഓരോ ചീപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ ഈ സ്റ്റിക്കറിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതേപോലെ ചീപ്പിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഹാർഡായിട്ടുള്ള ഭാഗം എടുത്തിട്ട് നമുക്ക് കബോർഡിൻ്റെ ഡോറിൻ്റെ ഉൾവശത്തോ അല്ലെങ്കിൽ നമ്മുടെ ഡോറിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കബോർഡിൻ്റെ ഡോറിൻ്റെ ഉൾസൈഡിലാണ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നമുക്ക് ഇതേപോലെ ചീപ്പുകൾ ഇങ്ങനെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ അവിടെ തിരിച്ച് വെക്കാനും നല്ല എളുപ്പമാണ്. ഇതേപോലെ നിങ്ങൾ കബോർഡിൻ്റെ ഡോറിൻ്റെ ഉൾവശത്തൊക്കെ ഒരു താഴ്ഭാഗത്തായിട്ടും അതുപോലെ ഡോറിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ഇങ്ങനെ കുറച്ച് താഴ്ഭാഗത്തൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് അവരവിടെ തന്നെ വെച്ചോളും. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അവരുടെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാനും പറ്റും. അതേപോലെ തന്നെ ചീപ്പ് മിസ്സാവുമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതേപോലെയുള്ള സ്റ്റിക്കർ ബാക്കിൽ പശയുള്ള ടൈപ്പ് അല്ല ഉള്ളത് എങ്കിൽ ജസ്റ്റ് ഗ്ലൂ ഗൺ വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താലും മതി. അടുത്തതായിട്ട് കാണിക്കുന്നത് ഇതേപോലെ ചെറിയൊരു കുപ്പിയും പെൻസിലൊക്കെ ഷാർപ്പ് ചെയ്യുന്ന ഷാർപ്പ്നറും ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് ഞാൻ ഈ ബോട്ടിലിൻ്റെ അടപ്പ് ഊരിയെടുക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ ഈ അടപ്പിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. ഇതേപോലെ കത്രിക വെച്ച് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. നല്ല രീതിയിൽ ഹോളായി കിട്ടും. ഇത് ഹോളായി വന്നിട്ടുണ്ട്. ഇനി ഈ അടപ്പിൻ്റെ ഉൾവശത്ത് നമുക്ക് ഈ ഷാർപ്പ്നർ ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇതിനായിട്ട് ഞാനിവിടെ ഹോട്ട് ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നത്. സൂപ്പർ ഗ്ലൂ ഉണ്ടെങ്കിൽ അത് വെച്ചും ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ ഈ ഷാർപ്പ്നർ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ അടപ്പ് കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ ഞാൻ ഒരെണ്ണം കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ കുപ്പി നല്ല ഭംഗിയാക്കാനായിട്ട് നിങ്ങൾക്ക് പെയിൻറ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റിക്കറുകളൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് ഇങ്ങനെ പെൻസിലൊക്കെ ഷാർപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഈ ചെറിയ കട്ടർ കയ്യിൽ പിടിച്ച് ചെയ്യുന്നതിനേക്കാളും നല്ല കംഫർട്ടബിൾ ആയിരിക്കും ഇങ്ങനെ ചെയ്യാൻ. അതേപോലെ തന്നെ ഈ പെൻസിൽ ഷാർപ്പ് ചെയ്തതിൻ്റെ വേസ്റ്റ് ഒന്നും പുറത്തൊന്നും പോവില്ല, ഈ കുപ്പിയുടെ ഉള്ളിലേ പോവുള്ളൂ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എടുത്ത് കളയാനും പറ്റും. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. അതേപോലെ ചെറിയ ഷാർപ്പ്നറുകൾ ഉള്ളവർ ഇതേപോലെ ബോട്ടിലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ വളരെ യൂസ്ഫുള്ളുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതേപോലെ തയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന സൂചികൾ ഒന്നിലധികം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പെന്നിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇതിനായിട്ട് ഞാനിവിടെ ഇതേപോലെയുള്ള ഒരു പെന്നാണ് എടുക്കുന്നത്. ഈ പെന്നിൻ്റെ ടോപ്പ് മാറ്റാം. അതിനുശേഷം ഈ മുകൾ ഭാഗം ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിലുള്ള റീഫില്ലൊക്കെ മാറ്റിയതിന് ശേഷമുള്ള പെന്നാണിത്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ സൂചി ഇട്ടിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇതേപോലെ സൂചി ഇട്ടിട്ട് ഈ മുകൾ ഭാഗത്തെ ഭാഗം ഇങ്ങനെ അടച്ചു വെക്കാം. അതിനുശേഷം നമ്മൾ ഈ പെന്നിൻ്റെ ടോപ്പും കൂടെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല സേഫായിട്ട് തന്നെ ഇരിക്കും. നമുക്ക് എത്ര സൂചി വേണമെങ്കിലും ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സൂചി എടുക്കേണ്ട സമയത്ത് ഇതേപോലെ ടോപ്പ് തുറന്നിട്ട് ഇങ്ങനെ കുടഞ്ഞിട്ട് ഓരോ സൂചിയായിട്ട് നമുക്ക് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് മുഴുവനായിട്ടും തുറന്നിട്ട് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കുറേ സൂചിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഇതേപോലെ ഒരു പെന്ന് മാത്രം മതി. തയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന നൂലുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും വെക്കുമ്പോൾ ഈ നൂലിൻ്റെ അറ്റം എല്ലാം കൂടെ ഇങ്ങനെ കെട്ടിപ്പിണഞ്ഞൊക്കെ കിടക്കാറുണ്ട്. കുറേ ഇതുപോലത്തെ നൂലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിറയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആകെ കെട്ടായിട്ട് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ നൂലിൻ്റെ അറ്റം എങ്ങനെ സേഫായിട്ട് നല്ല രീതിയിൽ വെക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഈ നൂലിൻ്റെ കുറ്റിയുടെ അറ്റഭാഗം ഒന്നിങ്ങനെ ജസ്റ്റ് മുറിച്ച് കൊടുക്കുകയാണ്. ഏതെങ്കിലും ഒരു സൈഡ് മുറിച്ചാൽ മതി. ഇതേപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടേ ഉള്ളൂ.
എന്നിട്ട് ഈ നൂലിൻ്റെ അറ്റഭാഗം ഇതേപോലെ അങ്ങിട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നൂല് ഇതിൽ നിന്ന് ഊരിപ്പോരില്ല, അതേപോലെ കെട്ടുപിണയൊന്നുമില്ല. അതേപോലെ തന്നെ ഈ നൂലിൻ്റെ കുറ്റി പേപ്പറിൻ്റെ ആണെന്നുണ്ടെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ രണ്ടാമത് ചെയ്യുന്നത് പ്ലാസ്റ്റിക്കിൻ്റെയാണ്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് പറയുന്നത് മെഷീനിൽ തയ്ക്കാനായിട്ട് അധികം എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. നമ്മൾ എന്തെങ്കിലും ഒരു തുണിയിലൊക്കെ ഇങ്ങനെ പ്ലീറ്റ് ഇടേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ അധികം തയ്യൽ അറിയാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെയുള്ളവർക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ടിപ്പാണ് പറയുന്നത്. നമ്മൾ ഏത് തുണിയിലാണോ പ്ലീറ്റ് ഇടേണ്ടത് അതിലിങ്ങനെ ഇതേപോലെ കൈകൊണ്ട് ഇങ്ങനെ പ്ലീറ്റ് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഏതെങ്കിലും ഒരു ടേപ്പ് എടുത്തിട്ട് ഇതേപോലെ ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഏത് ടേപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ പേപ്പർ ടേപ്പാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഈ പ്ലീറ്റ്സ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇളകില്ല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതിന് മുകളിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അടുത്തതായിട്ട് പറയുന്നത് ഒരു പഴയ പില്ലോ കവറും ഒരു ഹാങ്ങറും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐഡിയ ആണ്. ഈ പില്ലോ കവറിൻ്റെ തുറന്ന ഭാഗമാണിത്. ഇതിൻ്റെ ഈ ക്ലോസ് ചെയ്തിട്ടുള്ള ഭാഗമാണിത്. ക്ലോസ് ചെയ്ത ഭാഗത്തിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമുക്കൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. ഇതിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് ഇതിൻ്റെ ഈ സെൻറ്റർ ഭാഗം ഞാൻ ജസ്റ്റ് ആ സ്റ്റിച്ച് ഒന്ന് അഴിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ സ്റ്റിച്ച് അഴിച്ചിട്ട് ഇതേപോലെ ഹോളായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പില്ലോ കവറിനുള്ളിലായിട്ട് നമുക്ക് പൊടി പിടിക്കാണ്ട് വെക്കേണ്ട ഡ്രസ്സുകളോ അതുപോലെ സാരികൾ അതുപോലെ പുതപ്പുകൾ അങ്ങനെയുള്ളതൊക്കെ നമുക്കിതിൽ ഹാങ് ചെയ്തിടാനായിട്ട് പറ്റും. ഇപ്പോൾ നല്ല പട്ടുസാരിയോ അങ്ങനെയുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് വളരെയധികം യൂസ്ഫുൾ ആകും. ഇപ്പം ഞാൻ ഇതേപോലെ ഹാങ്ങറിൽ ഈ പുതപ്പ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഹാങ് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഹാങ് ചെയ്തിട്ടുള്ള ഡ്രസ്സിലൊന്നും ഒട്ടും തന്നെ പൊടി പിടിക്കില്ല. അപ്പോൾ നമ്മുടെ നല്ല വില കൂടിയ സാരികളോ അല്ലെങ്കിൽ നല്ല ഡ്രസ്സുകളൊക്കെ ചുരിദാറുകളോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇതേപോലെ കീപ്പ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ വീടുകളിലൊക്കെ മിക്കവാറും തന്നെ ചില്ലിൻ്റെ ഗ്ലാസ്സുകളോ അല്ലെങ്കിൽ സെറാമിക്കിൻ്റെ പ്ലേറ്റുകളോ ഗ്ലാസ്സുകളോ ഒക്കെ പൊട്ടാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മളത് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ആവാണ്ടിരിക്കാനായിട്ട് നമുക്ക് ഇതേപോലെയുള്ള ടേപ്പുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഇതിനായിട്ട് ഞാൻ ഈ ടേപ്പ് ഇങ്ങനെ തിരിച്ചിട്ട് കയ്യിൽ ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ്. അതായത് ഇതിൻ്റെ ഒട്ടുന്ന ഭാഗം പുറത്ത് വരുന്ന രീതിയിലാണ് ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിൽ ഒരു 2 ടേപ്പൊക്കെ ഇങ്ങനെ വീതിക്ക് ചുറ്റി കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒന്ന് മാത്രമേ ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമ്മുടെ ഗ്ലാസ്സോ അല്ലെങ്കിൽ പ്ലേറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഗ്ലാസിൻ്റെ ചെറിയ ചെറിയ ചില്ലുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒപ്പിയെടുക്കുന്നതിനായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഗ്ലാസിൻ്റെ പൊടികളോ അങ്ങനെയുള്ളതൊക്കെ നമ്മളിങ്ങനെ ഒപ്പിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റിക്കറിൽ ഒട്ടിപ്പിടിച്ചോളും. അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും ആവില്ല. നമ്മൾ കൈപ്പത്തിയുടെ എല്ലാ ഭാഗവും സ്റ്റിക്കർ വെച്ച് ഇതേപോലെ കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും. അതേപോലെ തന്നെ ഗ്ലാസിൻ്റെ പൊട്ടുകൾ നമ്മുടെ കയ്യിലൊന്നും ആയിട്ട് മുറിയാനുള്ള സാധ്യതയും കുറവായിരിക്കും. അടുത്തതായിട്ട് പറയുന്നതും നൂലിൻ്റെ ഈ അറ്റം ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് വെക്കാനായിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ്. ഇതിനായിട്ട് ഞാൻ ഈ നൂല് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു കുറ്റിയാണ് എടുക്കുന്നത്. ഇതിപ്പോൾ പേപ്പറിൻ്റെ കുറ്റിയാണ്. ഇത് ഞാനിങ്ങനെ 3ആയിട്ട് മുറിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ ഓരോ സൈഡും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോ നൂലും എടുത്ത് ഇതേപോലെ ഒന്ന് ചുറ്റി വെച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് ഈ പേപ്പറിൻ്റെ മുറിച്ച പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മുടെ നൂല് എത്ര വണ്ണം ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഈ പീസ് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന 3 നൂലുകളും 3 വണ്ണത്തിലുള്ളതാണ്. ഏറ്റവും വലിയത് വരെ നമുക്ക് ഈ പീസ് വെച്ചിട്ട് ഇതേപോലെ കവർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇത് ഇളകി പോരൊന്നുമില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഈ കാണിച്ചിട്ടുള്ള ടിപ്പുകളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്. താങ്ക്